ബംഗാൾ ഗവർണർ CV ആനന്ദ് ബോസ് സാറാണ് ഇപ്പോൾ മീഡിയ വണിനോടൊപ്പം ചേരുന്നത്. താങ്കൾക്കെതിരെ കഴിഞ്ഞ ദിവസം ഒരു ലൈംഗിക പീഡന പരാതി വന്നിരുന്നു. അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? എനിക്കെതിരെയല്ല, ബംഗാൾ ഗവർണർക്കെതിരെ. അതിനൊരു കാരണമുണ്ട്. ഗവർണർ എന്ന നിലയിൽ ചില ശക്തമായ നടപടികൾ സ്വീകരിച്ചു. അഴിമതിക്കെതിരെ, അതുപോലെ അക്രമത്തിനെതിരെ. ഗുണ്ടാ രാജ് നടത്തിക്കൊണ്ടിരുന്ന ചില ഗുണ്ടകൾ ഇപ്പോൾ ജയിലിലാണ്. വർഷങ്ങളായി അവർ അറസ്റ്റ് ചെയ്യപ്പെടാതെ രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു. അതിൻ്റെ പിന്നിൽ ഗവർണറുടെ ശക്തമായ നടപടികളാണ് എന്നൊരു ധാരണയുണ്ട്. തെറ്റിദ്ധാരണയില്ല, ശരിയായ ധാരണ തന്നെയാണ്. രണ്ട് മന്ത്രിമാർ അഴിമതിയുടെ പേരിൽ ജയിലിലാണ്. മൂന്നാമതൊരു മന്ത്രി ഏതാണ്ട് അതിനോടടുത്ത് നിൽക്കുകയാണ്. ഫയൽ എൻ്റെ കയ്യിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും അഴിമതിക്കാർക്കോ അക്രമികൾക്കോ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. എന്ത് കാരണം കൊണ്ടോ അഴിമതിക്കാരെയും അക്രമികളെയും പരോക്ഷമായി പിന്തുണയ്ക്കുന്ന ഒരു ശൈലിയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൽ കണ്ടുവരുന്നത്. ഇതെല്ലാം ചേർന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പൊതുശത്രുവായി ഗവർണർ മാറി. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ നിലയ്ക്ക് ഗവർണറെ എത്രത്തോളം കൊച്ചാക്കാൻ കഴിയും, എത്രത്തോളം പേര് ചീത്തയാക്കാൻ കഴിയും, അതൊക്കെ മറുകളത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക എന്നത് സ്വാഭാവികം മാത്രമാണ്. ഏത് രാഷ്ട്രീയക്കാരനായാലും ചെയ്യും. അതുകൊണ്ട് ഇതിലൊന്നും എനിക്ക് എതിർപ്പില്ല. ഇപ്പോൾ സാഹചര്യം മാറി. ഇപ്പോൾ സന്ദേശ് ഗലി എന്ന സ്ഥലത്തെ ഗുണ്ടാരാജ് അവസാനിപ്പിച്ചു. ഗുണ്ടയെ അറസ്റ്റ് ചെയ്തപ്പോൾ മറ്റ് പല സ്ഥലങ്ങളിലും, സന്ദേശ് ഗലികൾ ഉണ്ടായിരുന്ന മറ്റ് പല സ്ഥലങ്ങളിലും സ്ത്രീകൾ മുൻപോട്ട് വന്ന് ഗുണ്ടകളെ തിരിച്ചാക്രമിക്കുന്ന ശൈലി വന്നു. അത് ഇലക്ഷനെ ബാധിക്കുന്നു. പലരും നിഷ്പക്ഷ നിരീക്ഷകർ പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സന്ദേശ് ഗാലി സംഭവം ഭരണപക്ഷക്കെതിരായി ആഞ്ഞടിക്കുമെന്ന്. അങ്ങനെ വന്നപ്പോൾ അതിന് കാരണക്കാരൻ എന്നവർ ധരിക്കുന്ന ഗവർണർക്കെതിരായി ആരോപണം ഉന്നയിക്കുക സ്വാഭാവികം മാത്രമാണ്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ഒരു വിനോദം മാത്രമായി ഞാൻ കാണുന്നുള്ളൂ. ഇതൊരു വലിയ കൊടുങ്കാറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് മാത്രമാണ് ഈ വിവാദം. വിവാദം തുടങ്ങിയെടുത്ത് തന്നെ കെട്ടടങ്ങും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്ന് മാത്രമല്ല, ഇതൊരു ചെറിയ വിവാദമാണ്. ഇന്ന് ഞാൻ ഫ്ലൈറ്റിൽ കയറും മുമ്പ് എനിക്ക് 2 വിവരങ്ങൾ കിട്ടി. ഒന്ന്, ഭരണകക്ഷിയിലെ പ്രമുഖ നേതാവ് തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങേക്കെതിരായി ഇതുപോലെ വില കുറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ പലർക്കും എതിർപ്പുണ്ട്. ഏത് വിഭാഗമാണ് അങ്ങേക്കെതിരായി ഇങ്ങനെ ഉന്നയിക്കുന്നത്, എന്തിനാണ് അവർ ചെയ്യുന്നത്, അവരുടെ ലക്ഷ്യം എന്താണ് എന്നൊക്കെ രഹസ്യമായി പറഞ്ഞു തരാം എന്ന് പറഞ്ഞു. പക്ഷെ അതിന് അത്ര പ്രാധാന്യമൊന്നും ഞാൻ കൊടുത്തില്ല. ഞാൻ ഇങ്ങോട്ട് പോരുകയാണ്. 2, ഫ്രം റിലയബിൾ സോഴ്സസ് ഒരു കാര്യം കിട്ടി. മറ്റൊരു വലിയ ആരോപണം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ ഉപയോഗിച്ച് മറ്റൊരു വലിയ വിവാദം സൃഷ്ടിക്കാൻ പോകുന്നു. പാർട്ടിക്കുള്ളിൽ അതിന് നീക്കങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഉദ്ദേശം ഗവർണർ മാത്രമല്ല, സമൂഹത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ്. അതിൻ്റെ പിന്നിൽ ഗൂഢതന്ത്രം മെനയുന്ന ആരാണ് എന്നൊക്കെയുള്ളതിനെക്കുറിച്ചുള്ള സൂചന കിട്ടി. അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തുടർ നാടകമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ രീതിയിലുള്ള ദർ ഇസ് നത്തിങ് ഇൻ ലവ് ആൻഡ് വാർ എന്ന് പറയും പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് മാർഗം സ്വീകരിക്കാമോ അതൊക്കെ സ്വീകരിക്കാൻ സ്വാഭാവികമാണ്. അതിൻ്റെ ഒരു ഇരയായി പോയി ഗവർണർ എന്നേ ഉള്ളൂ. എനിക്കത് പുതുമയൊന്നുമില്ല. ഇതുപോലുള്ള പല സംഭവങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട്. അതിനിയും നേരിടും. കേരളം എനിക്ക് നൽകിയ തൻ്റെ ഇടം, ആത്മവിശ്വാസം, അതാണ് എൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. അതുപോലെ ഈ പ്രായത്തിൽ 73 വയസ്സായി. ഇനി ദൈവത്തിന് നിരക്കുന്ന രീതിയിൽ ജീവിച്ച് മനുഷ്യർക്ക് പ്രയോജനം ചെയ്യുക എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. നബി തിരുമേനി പറയും പോലെ അല്ലാഹുവിനും അന്ത്യനാളിലും വിശ്വസിക്കുന്നില്ല, അയൽവാസിക്ക് പ്രയോജനം ചെയ്യട്ടെ എന്ന് പറയും പോലെയും, നിന്നെപ്പോലെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന യേശുദേവൻ പറഞ്ഞതുപോലെയും, ശ്രീനാരായണ ഗുരുദേവൻ അവനവന് ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരൻ്റെ സുഖത്തിനായി വരണം എന്ന് പറഞ്ഞതുപോലെയും മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ജീവിക്കുക, ധർമ്മ മനസ്സിൽ ജീവിക്കുക എന്നത് മാത്രമാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ട് കൊച്ചു കൊച്ചു ആരോപണങ്ങളൊന്നും ഞാൻ ഗൗനിക്കുന്നില്ല. അത് അർഹിക്കുന്ന ബഹുമാനത്തോടെ തള്ളിക്കളയുന്നു. ഇതിങ്ങനെ പൊളിറ്റിക്കലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ആണെങ്കിൽ താങ്കൾ ഏത് നിലക്കായിരിക്കും അതിനെ നേരിടാൻ പോകുന്നത്? ലീഗൽ ഫൈറ്റിലേക്ക് തന്നെ പോകുന്നുണ്ടോ? ലീഗൽ ഫൈറ്റ് എന്നൊന്നില്ലല്ലോ. ഭരണഘടന വായിച്ചുള്ള ആർക്കും അറിയാം, ഗവർണർക്ക് ഇതിൽ നിന്നൊക്കെ ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ലീഗൽ ഫൈറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഒരു മോറൽ ഫൈറ്റ് ഉണ്ടാവും. ജനങ്ങൾക്ക് ബോധ്യപ്പെടണം ശരിയേത് തെറ്റേത്. അതിനെന്തൊക്കെ ആവശ്യമാണോ അതിൽ ഞാൻ സഹകരിക്കും. നിശ്ചയമായും സത്യം പുറത്ത് കൊണ്ടുവരണം. ഈ രാഷ്ട്രീയ പാർട്ടി നേതാവ് പറഞ്ഞതനുസരിച്ച് അവർ തന്നെ വെളിയിൽ വിടാൻ സാധ്യതയുണ്ട് എന്താണ് ഇതിൻ്റെ പിന്നിൽ സംഭവിച്ചത് എന്നുള്ളത്. ജനങ്ങൾക്ക് സത്യം അറിയാനുള്ള അവകാശമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നിൽക്കും.
അതിൻ്റെ ദുരഭിമാനത്തിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ ഈ പ്രക്രിയ തടസ്സപ്പെടില്ല. ലീഗലി എല്ലാ കാര്യങ്ങളോടും താങ്കൾ പൂർണ്ണമായിട്ടും സഹകരിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു ഗവർണർക്ക് ലീഗൽ ഇമ്മ്യൂണിറ്റി ഉണ്ട്, അതിനുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. മറ്റൊന്ന്, ഈ സന്ദേശ് ഗലി ഉൾപ്പെടെ താങ്കൾ മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, അതിൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ താങ്കൾക്കെതിരെ അങ്ങനെയുള്ള ഒരു നടപടിയിലേക്ക് തൃണമൂൽ കടക്കുകയാണെന്നാണ്. ശക്തമായ നീക്കമുണ്ട്. പക്ഷെ ഞാൻ സന്ദേശ് ഗലിയിൽ പോയതും അവിടെ സ്ത്രീ ശാക്തീകരണം ഉറപ്പാക്കാൻ ശ്രമിച്ചതൊന്നും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരായി വന്നു എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. എനിക്ക് രാഷ്ട്രീയമില്ല. ഞാൻ ചെയ്ത പ്രവൃത്തികൾ ധർമ്മമനുസരിച്ച് ശരിയായ രീതിയിൽ ചെയ്തു എന്നേ ഉള്ളൂ. അത് ഭരണകക്ഷിക്കും അറിയാം. അതുകൊണ്ടാണ് ഭരണകക്ഷിയിലെ ഒരു വിഭാഗം മാത്രം എന്നെ എതിർക്കുന്നത്, മറ്റു വിഭാഗം എതിർക്കുന്നില്ല. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊരു താൽക്കാലികമായ ഒരു പ്രതിഭാസമയം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഇലക്ഷൻ വരെ ഇതൊക്കെ നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. എന്തായാലും വളരെ നന്ദി ഈ ഘട്ടത്തിൽ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചതിന്. അദ്ദേഹം പറയുന്നത് ഇതൊരു താൽക്കാലികമായി ഉണ്ടാകുന്നൊരു വിവാദം മാത്രമാണ്, ഒപ്പം തന്നെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണെന്നുകൂടി അദ്ദേഹം മീഡിയ വണ്ണിനോട് പങ്കുവെക്കുന്നു. ക്യാമറ പേഴ്സൺ ബേസിലിനൊപ്പം അഹമ്മദ് മുസ്തഫ, മീഡിയ വൺ, കൊച്ചി.